ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെ യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലെ തന്റെ പോസ്റ്റിലാണ് യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരായ പരാമർശം നടത്തിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി സ്മിത ഹരിദാസാണ് ചേരുന്നത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. സ്മിത, ഇത് മുൻപ് തന്നെ ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെ അമേരിക്കയ്ക്കൊരു ഭീതിയുണ്ട്. ഡോളറൈസേഷൻ, ഡോളറിനെതിരായ ഒരു കറൻസി അവർ കൊണ്ടുവരുമെന്നും അമേരിക്കൻ വിരുദ്ധ നയങ്ങളിലേക്ക് പോകുമെന്നുമൊക്കെ. അപ്പോൾ അത്തരത്തിലൊരു ഭീതിയിൽ നിന്നാണോ ഈ പോസ്റ്റ്? എന്താണ് ഈ പോസ്റ്റിൽ പറയുന്നത്? അതുതന്നെയാണ് ഈ പോസ്റ്റിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. ആ ഒരു ഭീതി തന്നെയാണ് ട്രംപിന്റെ ഈ പോസ്റ്റിന് പിന്നിലെന്ന്. എനി കൺട്രി അലൈനിങ് ദംസെൽസ് വിത്ത് ദ ആന്റി അമേരിക്കൻ പോളിസീസ് ഓഫ് ബ്രിക്സ് വിൽ ബി ചാർജ് ആൻ അഡീഷണൽ 10% താരിഫ് എന്നാണ് പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ അമേരിക്കൻ വിരുദ്ധമായ ഈ ബ്രിക്സ് രാജ്യങ്ങളോട് ചേർന്ന് നിന്നാൽ, അല്ലെങ്കിൽ അത് അവരോട് കൂടിയുള്ള ഒരു വെല്ലുവിളിയാണ്, ഭീഷണിയാണ്. 10% തീരുവ വീണ്ടും ചാർജ് ചെയ്യും ഈ ഇനത്തിൽ. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ തീരുവയ്ക്കെതിരായി പലരും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ തന്നെ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ 90 ദിവസം ഈ തീരുവ നടപടികളിൽ നിന്ന് കുറച്ച് കാലാവധി കൊടുത്തിരുന്നു. അത് നാളെ തീരുകയാണ്. നാളെയല്ല, ശരിക്കും പറഞ്ഞാൽ ഇന്ന് തിങ്കളാഴ്ച. അമേരിക്കയെ സംബന്ധിച്ചത് നാളെയാണ്. നാളെ ഉച്ചയോടുകൂടി അത് തീരുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ട്രംപ് ഈ പറയുന്നത്, പുതിയതായി 10% തീരുവ കൂടി ബ്രിക്സിനോട് ചേർന്ന് നിന്നാൽ, അതായത് അമേരിക്കൻ വിരുദ്ധ നടപടികളോട് ചേർന്ന് നിന്നാൽ അവർക്കെതിരെ 10% അധിക തീരുവ ചുമത്തുമെന്നുള്ള വലിയ ഭീഷണി തന്നെയായിട്ടാണ് നമ്മൾക്കത് എടുക്കേണ്ടത്. ബ്രിക്സ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഈ തീരുവ നയത്തിൽ ഒരുപാട് എതിർപ്പുകൾ പ്രകടിപ്പിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ഇത്തവണ ഈ തീരുമാനങ്ങളിൽ വലിയ രീതിയിലുള്ള പരാമർശങ്ങളോ പ്രഖ്യാപനങ്ങളോ വന്നില്ല എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. എന്നിട്ട് പോലും ട്രംപ് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇടുന്നതിൻ്റെ പിന്നിൽ നേരത്തെ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഒരു വെല്ലുവിളി തന്നെയാണ് ട്രംപിന് മുന്നിലുള്ളത്. അതിനൊരു തടയിടുക, അതുപോലെ ഒരു പുതിയ കറൻസി അവർ രൂപീകരിച്ചാൽ അതിനോട് ചേർന്ന് നിന്നാൽ പോലും അവർക്കെല്ലാവർക്കും തന്നെ ഈ അധിക തീരുവ എന്നുള്ള ഭീഷണി അത് തന്നെയാണ് കുറേ കാലങ്ങളായി ട്രംപ് ചുമത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ബ്രിക്സ് രാജ്യങ്ങൾ 2009 തുടങ്ങുമ്പോൾ തുടങ്ങിയുള്ള അവരുടെ നടപടികൾ പിന്നീട് വീണ്ടും കൂടുതൽ രാജ്യങ്ങളെ അതിലോട് ചേർത്ത് നിൽക്കുന്നു. സൗത്ത് ആഫ്രിക്കയുമായി ചേർന്നൊക്കെ തന്നെയാണ്. അപ്പോൾ വലിയൊരു ശക്തി അമേരിക്കയ്ക്ക് എതിരായി രൂപം കൊള്ളും എന്നുള്ള ഒരു ഭയം അതിന് മുന്നേ തന്നെ, ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുന്നേ എന്ന് പറഞ്ഞതുപോലെ, തടയിടുകയാണ് ട്രംപിന്റെ ഇതിലൂടെയുള്ള ലക്ഷ്യം എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ശരി, ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മ ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടക്കുമ്പോഴാണ്, അത് ഇന്ന് അവസാനിക്കും. അത് നടക്കുമ്പോഴാണ് ഡൊണാൾഡ് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിലൂടെയുള്ള പരാമർശം. മുൻപ് തന്നെ ബ്രിക്സ് പോലെയുള്ള കൂട്ടായ്മകളെ അമേരിക്ക എതിർത്തിരുന്നു. അത് അമേരിക്കൻ വിരുദ്ധ നയമാണ്. അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾക്കെതിരായ ശക്തമായ ഒരു കൂട്ടായ്മയായി ബ്രിക്സ് വളർന്നു വരുന്നു. അവർക്ക് അവരുടേതായ കറൻസി ഉണ്ടാകുന്നു എന്ന കാര്യത്തിലൊക്കെ അമേരിക്കയ്ക്കുള്ള ആശങ്ക തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഈ ട്രൂത്ത് സോഷ്യലിലെ ഈ പോസ്റ്റിലൂടെ, ഈ മുന്നറിയിപ്പിലൂടെ വ്യക്തമാകുന്നത്. സ്മിത ഹരിദാസാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.